2026 പ്രവേശിച്ചു കഴിഞ്ഞു. പുതിയ വർഷത്തിലേക്ക് എത്തുമ്പോൾ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ? പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് പലരും പ്രാവർത്തികമാക്കാറില്ല. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. 2026 കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുക. ഒന്നാമതായി, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായ പല അനുഭവങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ജീവിത പാഠം. വിജയവും പരാജയവും ഒക്കെ ഉണ്ടാക്കിയ ഒരു ജീവിത പാഠമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കുറിച്ച് വയ്ക്കുക. അടുത്തതായി ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോട് മോശമായി പെരുമാറിയ പല ആൾക്കാരും ഉണ്ടാകും. നമ്മളെ കുത്തി വേദനിപ്പിച്ചവർ, നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി തന്നവർ, കടം വാങ്ങിച്ചവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാകും. അവരോടൊന്ന് ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ കുറ്റപ്പെടുത്തിയവരുണ്ടാവും, നമ്മളെ ശ്രദ്ധിക്കാതെ കടന്നു പോയവരുണ്ടാവും. അവരെയൊക്കെ ക്ഷമിച്ചുവെന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക. അപ്പോൾ വലിയൊരു ഭാരം മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നും. നമ്മുടെ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായിട്ട് മാറും. അതേപോലെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തവരെ സ്മരിക്കേണ്ട ഒരവസരം കൂടിയാണ്. അവർക്ക് നന്ദി പറയുക, ഈശ്വരന് നന്ദി പറയുക, അവരെ വിളിച്ച് സംസാരിക്കുക. അവർ ചെയ്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റമുണ്ടാക്കി എന്നുള്ളത് അവരെ നന്ദിയോടുകൂടി അറിയിക്കുക. പുതിയ വർഷത്തെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് കുറിച്ച് വയ്ക്കുക. അടുത്തതായി ചെയ്യേണ്ടത്, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. സാമ്പത്തികമായ പല പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകാം. അതൊക്കെ എങ്ങനെ വിനിയോഗിക്കണം, കുറവുണ്ടെങ്കിൽ അവയൊക്കെ എങ്ങനെ പരിഹരിക്കണം, എങ്ങനെയുള്ള സേവിങ്സ് എടുക്കണം, നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. വ്യായാമമാകാം, നല്ല ഭക്ഷണശീലമാകാം, ഇതൊക്കെ തീരുമാനിക്കുക. ഡിജിറ്റൽ ഉപകരണങ്ങൾ മാത്രമല്ലാതെ വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുഴുവനായി ഡിജിറ്റൽ ഉപകരണത്തെ ഉപേക്ഷിക്കുക. ആ ദിവസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. പിന്നെ ചെയ്യാനുള്ളത്, ഇതുവരെ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കുക. അത് പഠിക്കുന്നത് വഴി നമ്മുടെ ശക്തി കൂടുന്നു, നമ്മുടെ ധൈര്യം കൂടുന്നു, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ കൈത്താങ്ങായി